മുന്നറിയിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമില്ല. കാരണം അത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തരുന്ന മുന്നറിയിപ്പല്ലാതെ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഞങ്ങൾക്ക് തന്ന മുന്നറിയിപ്പ് അതത് സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ ഇടവിട്ടാണ് വിവരങ്ങൾ തരുന്നത്. റെഡ് അലർട്ട് പിന്നെ 1-ാം തീയതി 7 മണി മുതൽ 10 മണിയായിരുന്നു റെഡ് അലർട്ട്. ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല ജില്ലകളും മാറി വന്നു, അത് കൊടുത്തു. അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഗവൺമെന്റ് എങ്ങനെ PC വിശ്വനാഥനാണ് ചുമതല. 14 ജില്ലകളിലും ചുമതല. പത്തനംതിട്ടയിൽ PC വിശ്വനാഥ്, കോട്ടയത്ത് മോൻസ് ജോസഫ്, എല്ലാ ജില്ലകളിലും മന്ത്രിമാരുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും മന്ത്രിമാരുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും പോകാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടാൻ എല്ലാ വിവരങ്ങളും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞോട്ടെ ഒരു മിനിറ്റ്. വ്യത്യസ്തമാവും. അത് ഞാൻ അംഗീകരിക്കുന്നു. 1-ാം തീയതി രാവിലെ നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലെങ്കിലും നിങ്ങൾ മാധ്യമപ്രവർത്തകനാണ് മലപ്പുറത്തുണ്ടായിരുന്നത്. 1-ാം തീയതി ഞാൻ മാധ്യമപ്രവർത്തകരെ രാവിലെ കണ്ടു. 31-ാം രാത്രിയാണ് നടന്നെങ്കിൽ 1-ാം തീയതി രാവിലെ ഞാൻ മാധ്യമങ്ങളെ കണ്ടു. ഞാൻ 1-ാം തീയതി വൈകിട്ട് കണ്ടു. 2-ാം തീയതി രാവിലെ കണ്ടു. ഈ കാര്യങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് വെച്ച് കൊടുക്കുമ്പോഴേ അത് ഔദ്യോഗികമാകൂ എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പറയരുത്. നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലെ എല്ലാ ഭാഗത്തുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണകാര്യങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് വ്യത്യാസം വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ കളക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വെള്ളത്തിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലഡ് ആവണമെന്നില്ല, മുങ്ങിയ മരണമായിട്ട് കാണും. അങ്ങനെയുള്ള ചില തർക്കങ്ങൾ ഇപ്പോഴും നിൽക്കുക. അത് എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. ഇനി ക്യാബിനറ്റാ തീരുമാനിക്കുക. പാലക്കാട് ജില്ലയിൽ ടൂറിസ്റ്റുകൾ വന്ന് 5 പേര് വന്നു. ഒരാൾ മുങ്ങി മരിച്ചു അതിനകത്ത്. പക്ഷെ അത് ഫ്ലഡായിട്ട് അവർ കൗണ്ട് ചെയ്തില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അത് സ്വാഭാവികമായിട്ടും ടൂറിസം ഭാഗമായി വന്ന ഒരു അപകടം. അപ്പൊ അത്തരം കാര്യങ്ങളിലാണ് ഈ വ്യത്യാസം വരുന്നത്. അപ്പൊ അത് ക്യാബിനറ്റ് കൂടി ഈ വയനാട് ജില്ലയിൽ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഷോക്ക് വന്ന ഒരാൾ മരിച്ചു. അത് ഈ ലിസ്റ്റിലില്ല. പക്ഷെ അത് വരുമ്പോൾ നിങ്ങൾ വരുമ്പോൾ അതെല്ലാം കണക്കൂട്ടി പറയാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഏതെല്ലാം വിവാദത്തിൽപ്പെടണം, ഇത് ഫ്ലഡിൽ വരുന്നതാണോ, അവർക്ക് സഹായം നൽകേണ്ടതാണോ, അതൊക്കെ ഫൈനലായിട്ട് ക്യാബിനറ്റ് കൂടി തീരുമാനിക്കും. അങ്ങയുടെ ക്യാബിനറ്റിലെ ഒരു മന്ത്രി, ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞത് സ്ത്രീകൾ യാത്രാ സൗജന്യമുള്ള ബസ്സിൽ ഇടിച്ചു കയറുകയാണ്, എന്നാൽ അവർ വലിയ ഫീസ് കൊടുത്ത് മക്കളെ സ്വകാര്യ സ്കൂളിൽ പഠിപ്പിക്കില്ല. അല്ല, നമ്മളെ ഈ ഒരു സബ്ജക്റ്റ് ആണല്ലോ നമുക്ക് അത് അദ്ദേഹം അങ്ങനെ ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏതെങ്കിലും സ്ത്രീയോട് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ പോയി നോക്കുള്ള സൗകര്യം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അതല്ല. ഏത് സ്ത്രീ കയറി കഴിഞ്ഞാലും അവർ കേരളത്തിലുള്ളവരാണോ, ഇതര സംസ്ഥാനങ്ങൾ വന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണോ എന്നൊന്നും നോക്കാറില്ല. സ്ത്രീ ആയിക്കഴിഞ്ഞാൽ അവർക്ക് സൗജന്യമാണ്. പദ്ധതി എല്ലാവരും അഭിനന്ദിക്കുന്നു. പക്ഷേ വേറെ കാര്യം, അതിനെ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. ഞാൻ എന്റെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടില്ല. അത് ഒരു കാര്യം. രണ്ടാമത് അത്തരം കാര്യങ്ങളൊക്കെ പലരും ഡിസ്കഷന്റെ ഭാഗമായി പലരും ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ. അത് അവർ പറയും. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ടാണ് ഈ നിലവിലുള്ള സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇവിടെ ആർക്ക് ഏത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള എത്ര ഉയർന്ന ഉദ്യോഗസ്ഥരായാലും ഏത് രീതിയിലുള്ളവരായാലും സ്ത്രീകളായി കഴിഞ്ഞാൽ സ്ത്രീകളെ അപമാനിക്കുന്നതല്ല ഈ ഗവൺമെന്റിന്റെ സമീപനം. ഒന്ന് ചില അഭിപ്രായം അദ്ദേഹം എന്താണ് അഭിപ്രായം പ്രകടിപ്പിച്ചത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിലവിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം അതിനകത്ത് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞാലോ ഇത് അല്ല, ഞാൻ അതൊരു വിവാദമാക്കണ്ട. ഞാൻ പറയുന്നത് പല അഭിപ്രായ പഠനങ്ങളും പല രീതിയിലും വരും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ നിർത്തുകയാണ്, സമയം ഒരുപാട് വൈകി. ഫ്ലഡിന്റെ കാര്യത്തിൽ എല്ലാ രീതിയിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 2018 ഗവൺമെന്റ് ഇത്രയും ഞാൻ അവരെ ആക്ഷേപിക്കുകയല്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു പ്രളയമുണ്ടായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പിന്നീട് വന്ന 2026 വരെയുള്ള സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും നമുക്ക് ഇതിലൊരു മാറ്റമുണ്ടാവണം. കാരണം പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ വരെ ചൂണ്ടിക്കാണിച്ച കാര്യം, ഇന്ന് താഴെത്തട്ടിൽ റിവർ ബെഡ് മണലും മണ്ണും കൂടി കിടന്ന് അത് വളരെ ഉയരത്തിലേക്ക് പോകുന്നതും ചെറിയ മഴ കൊണ്ട് അത് ഫ്ലഡ് ആവാനുള്ള സാധ്യത കൂടുന്നുണ്ട്.
പല ഭാഗത്തും വന്നിട്ടുണ്ട്. അത് ഗവൺമെന്റ് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ പല ഭാഗങ്ങൾ റോഡുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, വെള്ളത്തിന് കടന്നു പോകേണ്ട വഴികളുണ്ട്. മനുഷ്യനും അതുപോലെ വാഹനങ്ങൾക്ക് മാത്രമല്ല. കേരളം പോലുള്ള സംസ്ഥാനത്ത് 6 മാസം മഴ പെയ്തിട്ടും വലിയ വെള്ളപ്പൊക്കം കാണാത്ത കേരളത്തിൽ ഇന്നൊരു ചെറിയ മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഒരു കാര്യം നമുക്ക് ബോധ്യമാണ്, പല സ്ഥലങ്ങളിലും ഡ്രൈനേജ് ഇല്ല. 2 ഡ്രൈനേജുകൾ, നാച്ചുറൽ ഡ്രൈനേജും അതുപോലെ മാൻമെയ്ഡ് ഡ്രൈനേജും രണ്ടും പല സ്ഥലങ്ങളിലും ബ്ലോക്കാണ്. അതുകൊണ്ട് മഴ പെയ്യുന്ന വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഇടമില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ ഗവൺമെന്റ് ഏതെങ്കിലും സ്റ്റെപ്പ് 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിൽ ആ പോസിറ്റീവായ കാര്യം ഗവൺമെന്റ് പരിശോധിക്കും. എന്തായാലും നമുക്ക് നിലവിലുള്ള കാര്യങ്ങൾ മാറ്റം വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എല്ലാ വർഷവും ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും. അതുകൊണ്ട് അതിനാവശ്യമായ നടപടി ഞങ്ങൾ എടുക്കും. ഈ ഗവൺമെന്റ് വന്നിട്ട് 3 മാസം പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇതൊക്കെ ഗൌരവത്തോടു കൂടി കാണുന്നു. അതിനനുസരിച്ചുള്ള ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. മറ്റ് ഏത് നല്ല പോസിറ്റീവായ നിർദ്ദേശം വന്നു കഴിഞ്ഞാലും ഞങ്ങൾ എടുക്കും. രാഷ്ട്രീയമായി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനിപ്പോൾ മറുപടി പറയുന്ന സാഹചര്യമില്ല.